നമസ്കാരം. പ്രമോദ് കോട്ടുളിയുടെ നീക്കം ചില ലക്ഷ്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ളതാണെന്ന് നമുക്ക് ഏതാണ്ട് വ്യക്തമാണ്. പുറത്താക്കൽ വിവരം പുറത്തു വന്ന ഉടനെ തന്നെയാണ് അമ്മ വിശാലാക്ഷിക്കും മകൻ വിശാലിനും സുഹൃത്തുക്കൾക്കുമൊപ്പം പ്രമോദ് കോഴ വിവാദത്തിൽ പരാതിക്കാരനാണെന്ന് പറയപ്പെടുന്ന ആ വ്യവസായിയുടെ വീടിന് മുൻപിൽ സമരത്തിന് എത്തുന്നത്. ശനിയാഴ്ച വൈകിട്ട് ഏതാണ്ട് 5:15 തുടങ്ങിയ സമരം അമ്മയുടെ ആരോഗ്യ സ്ഥിതി പരിഗണിച്ച് 1 മണിക്കൂറിന് ശേഷം അവസാനിപ്പിക്കുകയും ചെയ്തു പ്രമോദ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഏതറ്റം വരെയും പോകുമെന്നാണ് പ്രമോദിന്റെ പ്രഖ്യാപനം ഉണ്ടായതും. അദ്ദേഹം നിയമ നടപടി സ്വീകരിച്ചാൽ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്. കോഴ ഇടപാട് ഇല്ലെന്ന് നടപടിക്ക് ശേഷവും പാർട്ടി പറയുന്ന സാഹചര്യത്തിൽ എന്ത് കാര്യത്തിനാണ് തന്നെ പുറത്താക്കിയതെന്ന പ്രമോദിന്റെ ചോദ്യവും ഏതാണ്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. നടപടി ഉണ്ടാകുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കിയ ശേഷവും പരാതി ഒതുക്കി തീർക്കാനായിരുന്നു ജില്ലാ നേതൃത്വം ശ്രമം നടത്തിയത്. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചില നേതാക്കളുടെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളെക്കുറിച്ചും ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം ടൗൺ ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TP രാമകൃഷ്ണൻ, PA മുഹമ്മദ് റിയാസ്, അതായത് മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ യോഗം നടന്നത്. പ്രമോദിനെ പുറത്താക്കിയ വാർത്താക്കുറിപ്പ് പങ്കുവച്ച CPM ജില്ലാ കമ്മിറ്റി അംഗം പ്രേംകുമാർ ഇല്ലത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് എല്ലാ ചതികളിലും നിങ്ങളാണ് നായകൻ എന്നായിരുന്നു പ്രമോദ് കമന്റ് ഇട്ടത്. അതും ഒരു അമ്പാണ്. അത് ആർക്ക് നേരെയാണ് എന്നുള്ളത് കൃത്യമായി ഇനിയും വ്യക്തമായിട്ടില്ല. പ്രമോദ് പറഞ്ഞിരിക്കുന്നത് ഇയാളുടെ പോസ്റ്റിന് താഴെയാണ് പ്രമോദ് ഇട്ടിരിക്കുന്നത്. പക്ഷേ അയാൾക്കും അതിൽ പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നുണ്ടെങ്കിലും അയാൾ മാത്രം അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു കാര്യമാണ് ഇതെന്ന് നമുക്ക് വിശ്വസിക്കാനൊന്നും കഴിയില്ല. എന്തായാലും സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതും പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്ന് ബോധ്യമായതിനെ തുടർന്നാണത്രേ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ CPM തീരുമാനിച്ചതെന്നാണ് ജില്ലാ കമ്മിറ്റി വാർത്താക്കുറിപ്പ് ഇറക്കിയത് തന്നെ. ഈ കുറിപ്പാണ് ജില്ലാ കമ്മിറ്റി അംഗം ഫേസ്ബുക്കിൽ പങ്കുവച്ചതും. അതേസമയം തന്നെ പ്രമോദ് കോട്ടുളിയുടെ മിന്നൽ പ്രതിഷേധം സത്യത്തിൽ പാർട്ടിക്ക് അപ്രതീക്ഷിതമായിരുന്നു. പുറത്താക്കിയത് അറിഞ്ഞ ഉടൻ തന്നെയാണ് പണം കൊടുത്തത് ആരാണ്, ആർക്കെന്ന് പറയണം എന്നൊക്കെ ആവശ്യപ്പെട്ട് പ്രമോദ് ആദ്യം തന്നെ അമ്മയെയും കൂട്ടി പരാതിക്കാരനായ ശ്രീജിത്തിന്റെ വീട്ടിലേക്കാണ് പോയത്. എന്തിനു വേണ്ടിയാണ് തനിക്ക് കോഴ മേൽവിലാസം നൽകിയതെന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രമോദ് പരാതിക്കാരനുമായുള്ള ബന്ധവും പരസ്യമാക്കിയിട്ടുണ്ട്. അതായത് എന്തിനു വേണ്ടിയാണെന്ന് പറയണമെന്ന് ആവശ്യപ്പെട്ട് ഇയാൾ പരാതിക്കാരനുമായിട്ട് തനിക്ക് എന്തായിരുന്നു ഒരു ബന്ധം ഉണ്ടായിരുന്നത് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഭാര്യയുടെ ബന്ധുവാണ് ശ്രീജിത്ത്. അത്തരത്തിൽ തനിക്ക് ശ്രീജിത്തുമായി ഒരു സൗഹൃദ ബന്ധമുണ്ട്. മാത്രമല്ല ശ്രീജിത്ത് ഒന്നിലേറെ തവണ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും പ്രമോദ് വ്യക്തമാക്കുന്നുണ്ട്. പോലീസിലടക്കം പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ പോലീസിൽ പരാതി നൽകുമെന്നൊക്കെ ആദ്യമേ പറയുന്നത് തന്നെ മറ്റേ ആരെയൊക്കെയോ ലക്ഷ്യമിട്ടാണെന്നുള്ള സൂചനകൾ തന്നെയാണ്. CPM-ല് ഇതുവരെ കാണാത്ത തരത്തിലുള്ള സ്ഥിതിവിശേഷമാണ് സത്യത്തിൽ കോഴിക്കോട് ശനിയാഴ്ച കണ്ടതും. അഴിമതി ആരോപണത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും പ്രമോദിന്റെ അടുത്ത നീക്കത്തിൽ പാർട്ടിക്ക് നല്ല ആശങ്കയുണ്ട്. പാർട്ടിക്ക് പരാതി നൽകിയ ശ്രീജിത്തിന്റെ വീടിന് മുൻപിൽ കുടുംബത്തെ കൂട്ടി നടത്തിയ ആ പ്രതിഷേധം അത് പാർട്ടി നേതൃത്വം തീർത്തും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. പ്രമോദിനെ തള്ളിപ്പറഞ്ഞ കൂടുതൽ നേതാക്കൾ രംഗത്ത് വരാനൊക്കെ ഇതിൽ സാധ്യതയുണ്ട്. പ്രമോദിന് സ്വാധീനമുള്ള കോട്ടുളി മേഖലയിൽ പ്രവർത്തകരുടെ അകൽച്ച ഇല്ലാതാക്കാനുള്ള നീക്കമൊക്കെ CPM ജില്ലാ നേതൃത്വം നടത്താൻ തുടങ്ങിയിട്ടുണ്ട്.
ആര് ആർക്ക് പണം നൽകി എന്നതിൽ വ്യക്തത വരുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് പ്രമോദ് പറഞ്ഞിരിക്കുന്നത്. അതിൽ മാറ്റം ഉണ്ടാകില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. താനും തൻ്റെ കുടുംബവും സ്നേഹിതരും മാത്രമാണ് ഇപ്പോൾ ഉത്തരം പറയേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഇക്കാര്യം തൻ്റെ അമ്മയെ മാത്രമാണ് ബോധ്യപ്പെടുത്തേണ്ടത്. ഞാൻ 22 ലക്ഷം രൂപ കോഴ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് തരണം. ഗൂഢാലോചന നടത്തിയത് ആരാണ്? 22 ലക്ഷം രൂപ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതാരാണ്, ആരാണ് കൊടുത്തത്, എപ്പോൾ വാങ്ങി തുടങ്ങിയ കാര്യങ്ങൾ തൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിനായിട്ടാണ് പരാതിക്കാരൻ്റെ വീടിന് മുൻപിൽ സമരം ചെയ്യുന്നതെന്നാണ് പ്രമോദ് അന്നേരം പറഞ്ഞത്. വീട്ടിൽ ശ്രീജിത്ത് ഇല്ലെന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരം. എന്തായാലും പ്രമോദിന്റെ നീക്കങ്ങളിൽ അടിമുടി പൊള്ളി വിയർക്കുന്നുണ്ട് CPM. ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് അത് പ്രമോദിന്റെ നാവിൻ തുമ്പത്തുണ്ട്. പ്രമോദ് അത് കൃത്യമായി അതായത് പ്രമോദിനെ കൂടുതൽ ഇനി പുറത്താക്കുക, പ്രമോദിന് നേരെ കൂടുതൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക, ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നാൽ പ്രമോദ് ആ പേരങ്ങ് തുപ്പും. നാക്കിൻ തുമ്പത്താണല്ലോ ഇരിക്കുന്നത്. അതങ്ങ് തുപ്പിക്കഴിഞ്ഞാൽ പിന്നെ അടിമുടി പ്രശ്നത്തിലാകും സഖാക്കൾ എന്നുള്ളത് തന്നെയാണ് വിവരം. ഇപ്പോൾ പ്രമുഖ നേതാക്കളെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള കളിയാണ് ജില്ലാ സെക്രട്ടറി P. മോഹനൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രമോദിനെ സത്യത്തിൽ ചാവയറാക്കി എന്ന് മാത്രമേ ഉള്ളൂ. പ്രമോദ് അതിൽ തീർത്തും അപ്രതീക്ഷിതമായി പെട്ടുപോയി. അപ്രതീക്ഷിതമായി ആ കോഴയിൽ പെട്ടുപോയതിൻ്റെ, അതായത് ഒരിക്കലും പെടില്ല എന്നുള്ള ഉറപ്പൊക്കെ ആയിരിക്കണം ആദ്യം നൽകിയിട്ടുണ്ടാവുക. അതിൽ തീർത്തും ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ, വിഭാഗീയത വന്നപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത്. ആ പുറത്തു വന്നപ്പോൾ പ്രമോദ് മാത്രമാണ് പെട്ടത്. പ്രമോദിൽ എല്ലാ കാര്യങ്ങളും ഒതുക്കി തീർക്കാനാണ് പാർട്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. പ്രമോദിനും കാര്യങ്ങൾ പറയാനുണ്ട്. പ്രമോദ് അക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അടുത്ത ഒരു രാഷ്ട്രീയ കോലാഹലം ഉണ്ടാകുമെന്നുള്ളതും ഉറപ്പ് തന്നെയാണ്. നന്ദി.